പിന്നെന്തിനാ നമ്മൾ പരിശുദ്ധമായ റമദാനിൽ 27-ാം രാവിലെ ഉറക്കമുളയ്ക്കുന്നത്? മലക്ക് വരാൻ വേണ്ടിയാണ്. അന്നത്തെ ദിവസം പ്രത്യേകമായ മലക്ക് വരും അല്ലേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, റമദാൻ 27-ാം രാവിന് ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തേ, ധാരാളം പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, ഉലമാക്കൾ, അധിക ആളുകളും പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ പ്രതീക്ഷ വെക്കുന്നതിനോടൊപ്പം 27-ന് പ്രത്യേകമായി ഗൗനിക്കണേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പള്ളിയിൽ വന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന മുസ്ലിമേ, വീടിന്റെ കത്തലങ്ങൾ ദിക്റിലായി ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ, റൂഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട കുടുംബാദികളെ, സ്നേഹത്തോടുകൂടി കുമ്മന ഉസ്താദ് ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മൾ ഉറക്കമൊഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്? എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? എന്തിനാണ് തറാവീഹ് അടക്കമുള്ളതാകുന്ന വിത്റടക്കമുള്ളതാകുന്ന എല്ലാ സുന്നത്തുകളും മേളിക്കുന്ന ഇബാദത്തുകൾ ആ രാവിലെ നമ്മൾ ചെയ്തു തീർക്കുന്നത്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ ആ രാത്രിയിൽ ഇബാദത്ത് എടുക്കുന്നവർക്ക്, ഖുർആൻ ഓതുന്നവർക്ക്, ദിക്ർ ചെല്ലുന്നവർക്ക്, സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക്, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർക്ക്, തക്ബീറിലും തംജീദിലും തഹ്മീദിലുമായി രാവുകളെ ഹയാത്താക്കുന്നവർക്ക് അല്ലാഹു മലക്കുകൾ മുഖേന, പ്രത്യേകമായ ചില മലക്കുകൾ മുഖേന അല്ലാഹു ഇതാ കാരുണ്യം വർഷിക്കുകയാണ്. രക്ഷയുടെ കവാടങ്ങൾ അവർക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തേ, നിന്റെ വീട്ടിനുള്ളിലേക്ക് മലക്കുകൾ കടന്നു വരണമെങ്കിൽ നിന്റെ വീട്ടിനുള്ളിൽ തീർച്ചയായിട്ടും നിന്റെ മുതുമുത്തച്ഛന്മാരാകുന്ന ആളുകൾ, നിന്റെ ജ്യേഷ്ഠനാകട്ടെ, വാപ്പയാകട്ടെ, വല്യാപ്പയാകട്ടെ, അമ്മോശങ്കാക്കയാകട്ടെ, ആരുടെ ആയിരുന്നാലും ഒരു ചിത്രപ്പണി കൊണ്ട് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ അലോസരപ്പെടുത്തരുത്. വീടുകൾ നിങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരുപക്ഷെ കയറി വരുന്നതാകുന്ന ഡൈനിങ് ടേബിൾ ആകട്ടെ, ഓരോ റൂമുകളിലാകട്ടെ, കടക്കുന്ന ബെഡ്റൂമുകളിലാകട്ടെ, എവിടെയായിരുന്നാലും ആരും അറിയാതെ ഉസ്താദേ ഞാൻ എന്റെ കിടപ്പുമുറിയിൽ വെച്ചിട്ടുള്ളതാകുന്ന ഫോട്ടോയാണ്, പ്രദർശനം പാടില്ല, പാടില്ല, അത് കൊണ്ടുപോയി നിങ്ങൾ വെക്കൽ. തീർച്ചയായും മലക്കുകൾ കടക്കുകയില്ല. ഇന്നാ ലാ നദ്ഖുലു ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വസൂറാ. നായെ വളർത്തുന്ന ഒരു വീട്ടിൽ കള്ളനെ പേടിച്ചുകൊണ്ട് നായെ വളർത്തുന്നതിനെ കുറിച്ചല്ല, അത് തന്നെ വീടിന്റെ വെളിയിൽ അതിനെ പ്രത്യേകമായി കൂട് സജ്ജീകരിച്ചിട്ട് വേണം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ഇന്ന് ധാരാളം ആളുകൾ, മുസ്ലിം സഹോദര സഹോദരിമാര് വരെ ലോക്ക്ഡൌണിന്റെ വേള വന്നപ്പോൾ പെറ്റ്സുകളെ വളർത്തുന്നതിന്റെ കൂട്ടത്തിൽ നായക്കുട്ടികളെ മടിയിൽ വെച്ചുകൊണ്ട് യൂട്യൂബിൽ ലൈവ് ചെയ്യാനും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും മടിയില്ലാതെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഇവിടെ നിനക്ക് ലൈക്കിന്റെ കൂമ്പാരമുണ്ടാകും, ഇവിടെ നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും, പക്ഷെ ആഖിറത്തിൽ നീ കൈകടിക്കേണ്ടി വരും. എന്തുകൊണ്ട്? നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഒരു മല സബ്സ്ക്രൈബ് ചെയ്യാൻ വരികയില്ല. നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ലൈക്ക് അടിക്കാൻ ഒരു മലക്കും കടന്നു വരികയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരുടെ വീടിന്റെ അകത്തളങ്ങളിൽ ആ നിലയ്ക്കുണ്ട് എങ്കിൽ കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, പന്നങ്കണ്ടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. തീർന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിമം നമ്മൾ പഠിക്കണേ. ആരാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം? മക്കളില്ലാതെ വിഷമിച്ചതായ വ്യക്തിത്വമല്ലയോ? അബുൽ അംബിയാ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പരിശുദ്ധ പ്രവാചകർ പോലും ആ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടതല്ലയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഷമിച്ച പ്രയാസപ്പെട്ടതാകുന്ന നേരം അതാ ഒരു കൂട്ടം മലക്കുകൾ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുകയാണ്.
هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിനുള്ളിലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുകയാണ്. മലക്കുകളാണ് സലാം പറയുന്നത്. ബഹുമാനപ്പെട്ടവരുടെ സലാം അടക്കിയിട്ട് പറഞ്ഞു അത്രേ, സലാമുൻ ഖൗമുൻ മുൻകറൂൻ. മനുഷ്യന്റെ കോലത്തിൽ വന്നതാകുന്ന മലക്കുകളെ, മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ പരിചയമില്ലല്ലോ, അപരിചിതരായ ആളുകളാണ്, നിങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അവരെ ക്ഷണിച്ചു. പരിചയമില്ലാത്ത ടീമാണ്. മലക്കിന്റെ രൂപത്തിലല്ല വന്നിരിക്കുന്നത്. മലക്കുകൾക്ക് അങ്ങനെ രൂപം മാറാൻ സാധിക്കും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീർ. നായയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത എല്ലാ രൂപത്തിലും ഭാവത്തിലും വരാൻ സാധിക്കുന്നവരാണ് മലക്കുകൾ. എന്നാൽ നായയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മാറാൻ സാധിക്കുന്നവരാണ് പിശാച്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശൈത്താനും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം തന്നെ, മലക്കുകൾക്ക് നായയുടെയും പന്നിയുടെയും കോലത്തിൽ വരാൻ സാധിക്കൂല. ബാക്കി ഏത് രൂപത്തിലും ആരുടെയും കോലത്തിൽ വരാം. അതേസമയത്ത് പിശാചിനോ നായയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മാറാൻ സാധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ വന്നിരിക്കാൻ പരിചയമില്ലാത്ത ഇവരോട് എങ്ങനെയാ പെരുമാറിയത്? ഇവിടെ ശ്രദ്ധിച്ചോ, വീട് ഒരുക്കുന്നവരെ ആ വീട്ടിനുള്ളിലേക്ക് അതിഥികൾ വരുമ്പോ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് കുടിക്കാനോ കഴിക്കാനോ കൊടുക്കണം. വീട്ടിലാരും ഇല്ലെങ്കിൽ വേണ്ട കേട്ടാ. ഇന്നിപ്പോ അതാ അവസ്ഥ. വീട്ടിലാരും ഇല്ലെങ്കിൽ വീട്ടുകാരനില്ല, വാ നമുക്ക് ബെഡ്റൂമിലോട്ട് വാ, അസ്സലാമലൈക്കും, ഇവിടെ വാതിക്കെ ഇരിക്കണ്ട വാന്ന് പറയാം. ആ പരിപാടിയാണ്. അതല്ല ഈ പറഞ്ഞത്. വീട്ടിലാരും ഇല്ലെങ്കിൽ അല്ലാഹ് പരുഷമായ രീതിയിൽ ഇച്ചിരി ഗൗരവത്തിൽ വേണം അവരോട് സംസാരിക്കാൻ. ഫോൺ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശബ്ദം വ്യത്യാസം വരുത്തിയിട്ടാണെങ്കിൽ പോലും പരുഷമായി പരിക്ക സ്വഭാവത്തിൽ പരിക്ക സ്വരത്തിൽ സംസാരിക്കണമെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. സ്ത്രീകളോടായി പറയുന്നത് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? ഭർത്താവില്ല, വീട്ടിലൊരാൾ അന്യൊരാൾ വിളിക്കാൻ, നമ്പരൊക്കെ എവിടുന്ന് ഒപ്പിച്ചാൻ, ഏതോ രീതിക്ക് കിട്ടി, എന്നിട്ട് വിളിക്കാൻ, താത്തല്ലേ എന്നൊക്കെ ചോദിച്ചു വിളിക്കുമ്പോൾ ഇവിടെ ആരുമില്ല. അതെ കേട്ടോ, ഇവിടെ നിങ്ങൾ വിളിച്ചാൽ റോങ് നമ്പറാണ് എന്ന് പറഞ്ഞ് നല്ല കട്ടി സ്വരത്തിൽ പറയണം. അതിന് ഉലമാക്കൾ എത്രത്തോളം പറയുന്നു, വായിക്കകത്ത് ഒരു വിരലോ രണ്ട് വിരലോ ഒക്കെ ഇട്ടിട്ട് സംസാരം, നിങ്ങളുടെ ആ സംസാരം, നിങ്ങളുടെ കൂറ്റ് ശബ്ദ വ്യത്യാസം വരുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ വരെ ചെയ്യാം. പറഞ്ഞാൽ നമ്മൾ പറയല്ലോ കൊമേഡിയൻ ആവുക എന്ന് പറയും. സംസാരം ഒന്ന് മാറ്റാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടേ പറ്റുള്ളെങ്കിൽ അങ്ങനെ ആയിട്ടെങ്കിലും ആ മാറ്റി കൊടുക്കണം. കാരണം അവന് നിങ്ങളോടൊരു മനസ്സിൽ ഇഷ്ടം തോന്നാൻ പാടില്ല എന്നാണ്. ഇത് സംസാരിക്കുന്ന സുഖം തന്നെയല്ലേ ഇത് ചോദിക്കുമ്പോൾ തന്നെ അവന് വിരയിലോട്ട് വരാൻ തോന്നും. അവൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു, ഈ പരിസരത്തൊന്നും അല്ലായിരുന്നു, അവൻ ഓട് വിളിച്ചകത്ത് കയറുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. പറയാൻ തുടങ്ങിയ ഇഷ്ടം പോലെ പറയാനുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നല്ല രീതിയിൽ വേണം സംസാരം ഉണ്ടാവാൻ. മോശമായതൊന്നും പറയണ്ട, പക്ഷെ നല്ല ഗൗരവത്തിൽ പറയണം. അവന്റെ സംസാരം മോശമാണ് എന്ന് തോന്നിയാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗൗരവത്തിൽ പറയണം. എന്തെങ്കിലും മോശമായ രീതിയിൽ അപക്വമായ രീതിയിൽ സംസാരം വന്നാൽ അത് നമ്മുടെ വീട്ടുകാരോട് ഉണർത്തണം, മിണ്ടാതിരിക്കാൻ പാടില്ല. ബസ്സിൽ കയറി ഒരുത്തൻ ഞോണ്ടി മിണ്ടായിരിക്കരുത്, പ്രതികരിക്കണം, എല്ലാ കാര്യം ഇരിക്കുന്നത് അത് പറയാൻ സാധിക്കണം. ഒരുത്തൻ ചെയ്യാത്തത് ചുമ്മാ നാട്ടുകാരോട് പറഞ്ഞ് അവൻ അടിയും വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം പെണ്ണുങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ ആളുകൾ നിൽക്കുക. ഒരുത്തൻ വെറുതെ നോക്കിയതുള്ളൂ, ഉടനെ തന്നെ അവൻ എന്നെ നോക്കി എന്നെ അങ്ങനെ ആക്കി കണ്ടിങ്ങനെ ഇറക്കിയെന്നും പറഞ്ഞ് അവൻ അടിയും വാങ്ങിച്ചു കൊടുക്കരുത്. അങ്ങനെയല്ല ഈ പറഞ്ഞത്. അനാവശ്യമായ പെരുമാറ്റം ഉണ്ടായാൽ അതിനിപ്പോൾ ആരോടും മിണ്ടണ്ട, ഒരു ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞ അങ്ങനെയല്ല. വലിയ ഇഷ്യൂ ആക്കാനല്ല, പക്ഷെ ആ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അത്തരത്തിലുള്ള അഹരികാർ കൂടും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതൊക്കെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്ത്രീകൾ പ്രത്യേകിച്ച്. ഇത് ചെറിയ കുട്ടികളിലെ ക്രൈം നടത്തുന്നത്. മലപ്പുറം ജില്ലയിലെ കണ്ടില്ലേ നിങ്ങൾ, കൊണ്ടോട്ടിയില് ഒരു സഹോദരിയെ 21 വയസ്സുള്ളതാകുന്ന ഒരു സഹോദരി കോളേജിൽ പോയിട്ട് തന്റെ വീട്ടിലേക്ക് വരാൻ, തന്റെ വീടാകുന്ന അഭയകേന്ദ്രത്തിലേക്ക് വരുമ്പോ സാധാരണ നടന്നു വരുന്നതാകുന്ന വഴിയരികിൽ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് തടഞ്ഞു നിർത്തി
1 മീറ്ററിന്റെ പൊക്കത്തിലുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക്, മതിൽക്കെട്ടിനുള്ളിലേക്ക് ഈ പെണ്ണിനെ വാരിയെടുത്ത് അപ്പുറത്ത് ഒറ്റ ഏറെറിയാണ്. 1 മീറ്റർ ഉയരണ്ട്. അവൻ പൊക്കി പിടിച്ചിട്ട് ഒറ്റ ഏറ് പെണ്ണിനെ, കൂടെ അവനും ചാടി. എന്നിട്ട് ആ മതിൽക്കെട്ടിനുള്ളിൽ കിടക്കുന്നതാകുന്ന വാഴത്തോട്ടിനുള്ളിലേക്ക് വലിച്ച ആ കുഞ്ഞിനെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പെണ്ണെന്ത് ചെയ്തു? കുതറി ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. പത്രവാർത്തയല്ലായിരുന്നോ? പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, അവന് വല്ല അടയാളം വല്ല ഉണ്ടോ? അപ്പൊ പറഞ്ഞു, മീശയൊന്നുമില്ല, നല്ല തടിച്ചുരുണ്ടിട്ടൊരുത്തനാണ്, നല്ല ആരോഗ്യമുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോ 15 വയസ്സേ ഉള്ളൂ. 21കാരിയാ പിടിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ തൈക്കളവികൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുക. 20കാരനെ നോക്കുന്നത് 51 വയസ്സുള്ള താത്തായ മതി. അവരുമായിട്ടാ ചാറ്റിങ് ഇഷ്ടം, അവർക്കും അതാണ് ഇഷ്ടം. അങ്ങനത്തെ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. 4ഉം 5ഉം പ്രസവിച്ചതാകുന്ന സ്ത്രീകളാണ് മതിലിയാടുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൈം നടത്തുന്നതിന് പ്രായപരിധിയൊന്നുമില്ല. ചെറിയ മക്കൾ, ചെറിയ കുട്ടികളാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ നീ സാലിഹീൻ ഉൾപ്പെടുത്തണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിനുള്ളിലേക്ക് വേഷം മാറി വന്നതായ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നവർക്ക് പ്രത്യേകമായി പരിഗണന നൽകുകയാണ്. പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യുന്നു സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു. ആ അതിഥികളെ നമുക്ക്, ഭർത്താവിന് പോലും ചിലപ്പോൾ ആണുങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, കുടിനീര് ആവശ്യമുണ്ട്, അവരെ ശരീരം കാണുമ്പോൾ നമുക്കറിയാം, വെള്ളം കൊടുക്കാം, അതിന് തെറ്റില്ല. അതിന് പെരയ്ക്ക് അകത്ത് കയറ്റണമെന്നൊന്നുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ, ആരാണെന്താണെന്നറിയാതെ. പക്ഷെ അവരോടുള്ള സമീപനം വരെ ശ്രദ്ധിക്കണം നമ്മൾ. പരിചയമില്ലാത്ത വ്യക്തികളോട് വരെ നല്ല മാന്യമായ സമീപനം. ആര്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കിന്ന് പരിചയമുണ്ട്. എളാപ്പ മൂത്താപ്പന്മാരൊക്കെ അവരൊക്കെ വിളിക്കുകയാണ്, അങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നില്ല ഏട്ടാ, ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോവായിരുന്നു എന്ന് പറഞ്ഞേക്കാണ്. പതുക്കെ അങ്ങോട്ടുള്ള വരവ് അങ്ങ് മുടക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും അല്ല എല്ലാവരും. നിങ്ങളൊക്കെ സൽക്കാരപ്രിയരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കണ്ണൂരുകാരെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം മുതൽ ഇങ്ങോട്ട് എല്ലാവരും നല്ല സൽക്കാരപ്രിയരാണ്. എന്താ ശരിയല്ലേ? ശരിയാന്ന് പറഞ്ഞ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. വേഗം തന്നെ അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് പോയിട്ട് ഒരു കാളക്കൂത്തിനെ കൊണ്ടുവന്ന് നല്ലതുപോലെ അറുത്ത് അതിനെ തൊലിച്ച് അതിനെ കറി വെച്ച് പൊരിച്ചു കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ബിഇജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം. ഈ മലക്കുകളുടെ മുന്നിലേക്ക്, മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകളുടെ മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവർ കഴിക്കുന്നില്ല. കാരണം മലക്കുകളല്ലേ, ഭക്ഷണം കഴിക്കുകയില്ല, കുടിനീരില്ല, അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനമില്ല. പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകളാണ്. അവർ കഴിക്കാതെ നിലകൊള്ളുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, ഖാല അലാ തൗകുലൂൻ, നിങ്ങൾ എന്തേ കഴിക്കാതെ നിലകൊള്ളുന്നത്? فأوجس منهم خيفة قالوا لا تخف وبشروه بغلام حليم. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കഴിക്കാതെ നിലകൊള്ളുന്നത്? സമയം നീണ്ടുപോയാണ്. നല്ല മനോഹരമായ ഒരു കാളക്കൂത്തിനെ ഞാനിതാ നിങ്ങൾക്ക് മുമ്പാകെ പൊരിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ നോക്കിയിരിക്കുന്നതല്ലാതെ വന്ന കൈവെക്കുക കൂടി ചെയ്തില്ലല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പരിഭവം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ പറയുകയാണ്, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. സഹിഷ്ണുതയുള്ള വിവരമുള്ളതാകുന്ന ഒരു മകനെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. നിങ്ങൾക്കിതാ ഒരു മകൻ ജനിക്കാൻ പോയാണ്. ഇസ്മായിൽ എന്ന ഒരു പൊന്നുമോനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് റൂമിലിരിക്കുന്നതാകുന്ന മഹിളയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവർ പറഞ്ഞു അത്രേ, അഅലിതു വഅനാ ജൂദുൻ വഹാദാ ബഅലി ശൈഖാൻ.
ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. വർഷം 1086 വയസ്സായി എനിക്ക്. ഇനി എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? ഇതാ ഈ മനുഷ്യൻ ഇതാ കിഴവനാണ്. വഹാദാ ബഅലി ശൈഖാ. ഈ പ്രായം ചെന്നതാകുന്ന എന്റെ ഭർത്താവിലൂടെ എനിക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ സന്താനത്തെ നൽകുക? ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മലക്കുകളോട് മഹദി അവറുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മലക്കുകൾ ഉടനെ പറയുകയാണ്, ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ്. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബ് തീരുമാനിച്ച കാര്യത്തെ തൊട്ട് നിങ്ങൾ അതിശയപ്പെടുകയാണോ ഉമ്മ? റഹ്മത്തുള്ളാഹി അലൈക്കും വബറകാതുഹു. ആദ്യം കടന്നു വന്നപ്പോൾ അസ്സലാം എന്ന് പറഞ്ഞതാകുന്ന മലക്കുകൾ അതിനോട് ചേർത്തുകൊണ്ടവർ പറഞ്ഞ വചനം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദ് എന്ന് മറിച്ച് നോക്ക് മുഅ്മിനേ, വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. മലക്കുകൾ പറയുകയാണ്, റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും ഇന്നഹു ഹമീദും മജീദ്. അല്ലാഹുവിന്റെ രക്ഷയും അവന്റെ കാരുണ്യവും അവന്റെ ബറക്കത്തും നിങ്ങളുടെ മേൽ സദാ വർഷിക്കട്ടെ. വാനലോകത്ത് എന്ന മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും നിങ്ങളിതാ അടുത്തിടെ തന്നെ പ്രസവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ നോക്കിക്കൊണ്ട് പറയുകയും ചെയ്തതാകുന്ന മലക്കുകൾക്ക് മുമ്പാകെ അന്താളിച്ച് നിൽക്കുന്ന സമൂഹം, ആ പ്രിയപ്പെട്ട ഇബ്രാഹിം നബിയോടും ഭാര്യയോടും മലക്കുകൾ പറയുന്ന വാക്കാണ് റഹ്മത്തുള്ളാഹി അലൈക്കും വബറകാതുഹു അഹ്ലൽ ബൈത്ത്. അല്ലയോ വീട്ടുകാരെ, അല്ലയോ കുടുംബക്കാരെ, അല്ലയോ ഇബ്രാഹിം നബിയുടെ കുടുംബമേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകട്ടെ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. പന്യംകണ്ടിയിലുള്ള ഓരോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി യുവാക്കളും കുടുംബ ജീവിതവുമായി നിലകൊള്ളുന്ന സഹോദര സഹോദരിമാരും പഠിക്കേണ്ട അധ്യായമാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ വീട്ടിൽ വന്നുകൊണ്ട് മലക്കുകൾ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യത്തിന്റെ, അവനിൽ നിന്നുള്ള ബറക്കത്തിന്റെ ഗേഹമായി ഈ വീടിനെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ നിന്നല്ലേ സയ്യിദുനാ ഇസ്മാഈൽ, ആ വീട്ടിൽ നിന്നല്ലേ ഉദയം ചെയ്തത് വസയ്യിദുനാ ഇസ്ഹാഖ്, ആ വീട്ടിൽ നിന്നല്ലേ ഉദയം ചെയ്തത് ഇസ്ഹാഖ് നബിയുടെ മക്കളായ യാഖൂബ് വസയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാം. തീർന്നില്ല വസയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. 1,00,000-ഓളം വരുന്ന പ്രവാചകന്മാര് ആ ഉമ്മയുടെ മുതുകിലൂടെയാണ്, ആ ഉമ്മയുടെ ഗർഭത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. 1,24,000-ൽ 1,00,000-ഓളം പരമ്പര കടന്നു വന്നത് അവരിലൂടെയാണ്. വീട്ടിൽ ബറക്കത്തുണ്ടായി പോയി. വീട്ടിൽ ബറക്കത്ത് എങ്ങനെ കിട്ടി? ആത്മീയമായ ജീവിതം നയിച്ചു. അല്ലാഹു അല്ലാത്ത മറ്റൊരു വ്യക്തി ആരാധിക്കുന്നില്ല. നമസ്കാരങ്ങളിൽ കണിശത, ഇബാദത്തുകളിൽ കണിശത. അങ്ങനെ ജീവിച്ചപ്പോ മലക്ക് വീട്ടിൽ വരാൻ. വർഷങ്ങളായി മക്കളില്ലാതെ നൊമ്പരപ്പെട്ടവരെ, ഇതാ നിങ്ങൾക്കിതാ മകനെ സമ്മാനിക്കുന്നു, ഒരു പരമ്പര തന്നെ തരാൻ. വവഹബിനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സമ്മാനിച്ച മക്കളല്ലേ ഇസ്ഹാഖ് എന്ന മകൻ, അവരുടെ പരമ്പരയല്ലേ യഅഖൂബ് എന്ന മകൻ അലൈഹിമുസ്സലാം. അതിന്റെ മകനല്ലേ സയ്യിദുനാ യൂസുഫ്. ഒരിക്കൽ പ്രവാചകൻ തന്നെ പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിനു യാഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാഖൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
ഒക്കെ മക്കളെ കൊടുത്തു എന്നല്ല ചിന്തിക്കേണ്ടത്. മക്കളൊക്കെ എന്തായി? പ്രവാചകന്മാരായി. ആണ് മനസ്സിലാക്കുന്നത്. ചെറിയ കാര്യമല്ല. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികൾ ആരാണ്? അമ്പിയാക്കള്. ആ അമ്പിയാക്കളിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. മക്കളുടെ പരമ്പര മുഴുവനും. ഇതെന്താ കിട്ടാൻ കാരണം? മലക്ക് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈക്കും വബറകാതുഹു അഹ്ലൽ ബൈത്ത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ മലക്കുകളെ വീട്ടിൽ കയറ്റിയുള്ള ഗുണം ഇതായി പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ എങ്ങനെ കയറും? ഒരുത്തൻ അപ്പുറത്തിരിപ്പുണ്ട്, സുജിത് ഭക്തന്റെ വീഡിയോ കണ്ടോണ്ട്. ഒരുത്തൻ ഇപ്പുറത്തിരിപ്പുണ്ട്, M4ടെക്കിന്റെ വീഡിയോ കണ്ടോണ്ട്. ഒരുത്തൻ അപ്പുറത്തിരിപ്പുണ്ട്, വേറെ മറ്റേ ബൂട്ടീഷ്യന്റെ വീഡിയോ കണ്ടുണ്ട്. ഇങ്ങനെ യൂട്യൂബിന്റെ തരംഗാണ് വീട്ടിൽ മുഴുവൻ. ആത്മീയമായ ആരുമില്ല. വല്യമ്മ മാത്രമുണ്ട്, മച്ചിമ്പുറത്താണ്. അവരിങ്ങനെ കുറച്ചു നേരം റുഹൈവാനും കണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. അവരെ കാണുന്നവരെയോ ബാക്കിയുള്ളവർ മുഴുവൻ ചീത്ത വിളി. ദീനുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ദീനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ പ്രശ്നമാണുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഞാൻ വേഗം നിർത്താൻ കേട്ടോ, അധികം പോകൂല. കുറച്ചു നേരം കൂടെ പറയാം. 1.5 മണിക്കൂർ കൂടെ ഇരിക്കൂലേ നിങ്ങൾ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു ദിവസമല്ലേ, നമുക്ക് ദുആയൊക്കെ ചെയ്ത് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അപ്പം മലക്കുകളുടെ പ്രാർത്ഥന വീട്ടിൽ കിട്ടണം. അതിനെന്തൊക്കെ വേണോ ആ ഘടകങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിദ്മത്തുൽ അയാലി തത്ഫി ഗളബർ റബ്ബി വമുഹൂറുൽ ലിഹൂറിൽ ഐൻ. വീട് പരിപാലിക്കണേ, വീടും വീടിന്റെ പരിസരങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണേ. അത് അള്ളാഹുവിന്റെ കോപം അണയ്ക്കാനുള്ള കാരണമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖിദ്മത്തുൽ അയാലി, വീട്ടുകാർക്ക് സഹായം ചെയ്തു കൊടുക്കുക. വീട്ടുകാരെ സഹായിക്കുക. എന്താ വേണ്ട? അടുക്കളയിൽ രാവിലെ ചോദിക്കുക, അത് നിങ്ങൾ ആ സവാളയൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ആ കൊള്ളാം. അപ്പൊ മാറിയിരുന്ന് ഉള്ളി അരിയ, കണ്ണീർ കൂടെ വെള്ളവും പോകുന്നുണ്ട്, അരിഞ്ഞുകൊണ്ട് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അടുക്കളയിൽ. ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി മാത്രം. കൈ ഇങ്ങനെ മാത്രം പോയാൽ പോരാ, കൈ ഇങ്ങനെ കൂടെ താഴോട്ടും കൂടെ പോകണം. അടുക്കളയിൽ കയറുക, പെണ്ണുങ്ങളെ സഹായിക്കുക. അത് കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് പോവുക, വടച്ചവൻ ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കേണ്ടത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ പറയാനുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, സഹായിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഖിദ്മത്തുൽ അയാലി തത്ഫി ഗളബർ റബ്ബി. അല്ലാഹുവിന്റെ കോപം അണയ്ക്കാൻ കാരണമാണ്. നാളെ മഹ്ശറിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിൽക്കുന്ന വേളയിൽ എല്ലാവരോടും ദേഷ്യം പിടിക്കുന്നതാകുന്ന ഘട്ടം, മോശപ്പെട്ട പ്രവർത്തനങ്ങളോട് റബ്ബ് ദേഷ്യം പിടിക്കുന്ന സമയം, നിന്റെ മുന്നിൽ അല്ലാഹു ദേഷ്യക്കാരനാകാതെ അല്ലാഹുവിന്റെ ദേഷ്യം അണയ്ക്കാൻ കാരണമായി തീരും. നീ നിന്റെ കുടുംബത്തെ സഹായിച്ചാലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വമുഹൂറുൽ ലിഹൂറിൽ ഐൻ, ഹൂറുൽ ഈങ്ങൾക്കുള്ളതാകുന്ന മഹറാണ്. നാളെ നിനക്ക് അല്ലാഹു നൽകുന്ന ഹൂറുൽ ഈങ്ങൾക്ക് നൽകുന്ന മഹറാണ്. ഈ ദുനിയാവിൽ നീ കുടുംബത്തോടൊപ്പം നീ ചെലവഴിക്കുന്നത്, അവർക്ക് സേവനം ചെയ്യലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ, എത്ര പേരാ അത് ചെയ്യാ? എന്താ ഇന്നത് വീട്ടിൽ സാധനം വേണ്ടത്, ഇന്ന സാധനങ്ങൾ വേണം, അത് വാങ്ങിച്ചു കൊടുക്കുക. വീട് ആഴ്ചയിൽ ഒരു ദിവസം വാ, നമുക്ക് ഇതിന്റെ ഈ മാറാലെ ഇതൊക്കെ ഒന്ന് കളയാം, ഈ ചെലന്തി വലയൊക്കെ ഒന്ന് അടിച്ചു കളയാം. മാസത്തിലെങ്കിലും ഒന്ന് കൂടിക്കൂടെ? എല്ലാവരും കൂടി, മക്കളും കൂടട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പരിശ്രമിച്ചാൽ വേഗം തീരും. ഇത് വീട്ടുകാർ മാത്രമുണ്ട് ഫാൻ തുടയ്ക്കാനും ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഭർത്താവ് ഇവിടെ പോയി, നമ്മൾ വീട് പണിതിട്ട് കൊടുത്താൽ പോരെ. ആ വീട് ശുദ്ധിയായി എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് വീട്ടിൽ ബറക്കത്തുണ്ടാക്കിയെടുക്കുന്നതിന് നിദാനമാണ്. അതിന്റെ ശുദ്ധി കലശത്തിന്റെ ഭാഗമാണ്. അനാവശ്യ ഫോട്ടോകൾ ഒഴിവാക്കുക, അനാവശ്യമായ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. എല്ലാം ദാരിദ്ര്യമുണ്ടാകും. ചെലന്തി വല അടിച്ചു തന്നാൽ രാത്രിയിൽ വീട് അടിച്ചു വരിക, ദാരിദ്ര്യം ഉണ്ടാവും. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നതാണ്.
അടിച്ചു വാരിയത് ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് കൂട്ടിവെക്കുക, ദാരിദ്ര്യം ഉണ്ടാവും. വീടിൻ്റെതാകുന്ന വാതിൽപ്പടിയിൽ മേൽ ഇരിക്കുക. ചില സഹോദരിമാർക്കുണ്ട് അങ്ങനെ, അടുക്കളയുടെ വാതിൽപ്പടിയിൽ മേൽ ഇരിക്കുക, എന്നിട്ട് സൊറ പറയുക, ദാരിദ്ര്യം ഉണ്ടാവും. ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം നമ്മളിലേക്ക് കൈമാറി തന്നത്. അതൊന്നും ദീനിലില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ നമ്മൾ യഥാർത്ഥ സ്വാലിഹീങ്ങളാവൂല. മുൻഗാമികൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ദാരിദ്ര്യം നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ പ്രവാസ ലോകത്തുള്ള എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളത്. ലോക്ക്ഡൌണിൽപ്പെട്ടവർ നിലകൊള്ളുകയാണ്. ഇതുവരെ തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല. ഖത്തറിലുള്ളവരുണ്ട്, ഒമാനിലുള്ളവരുണ്ട്, ബഹ്റൈനിലുള്ളവരുണ്ട്, UAE പല ഭാഗങ്ങളിലുള്ളവരുണ്ട്. എല്ലാം അവസാനിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനിയൊരു പുതിയ വിസ എടുത്തിട്ട് പോകണം. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ആത്മീയത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും വിഘാതം സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ഒരു തിരിഞ്ഞു നോട്ടം അനിവാര്യമാണ്. എന്നാൽ പല വീടുകളും അൽഹംദുലില്ലാഹ് ഒരുപാട് ആത്മീയതയിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്, ഇല്ല എന്നല്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഓൺലൈൻ സമ്പ്രദായങ്ങൾ, ക്ലാസ്സുകൾ ധാരാളം അധികരിച്ച ഒരു സമയം കൂടിയാണ്. അത്തരത്തിലുള്ള പങ്കെടുത്തവർക്ക് സന്തോഷം, അല്ലാത്തവർക്ക് എന്ത്? സിനിമ കണ്ട് സീരിയൽ കണ്ട് നിലകൊണ്ടവർക്ക്. പഴയ കാലഘട്ടത്തിലുള്ള പതിച്ചിമാര്, സഹോദരിമാർ, അമ്മമാര്, അവർ വന്നിട്ട് ഈ പ്രസവം എടുക്കാണ്ട് വരികയാണ്. അവരോടൊപ്പം തന്നെ വീട്ടിലുള്ളതാകുന്ന പ്രായമുള്ളവരും കൂടെ ഉണ്ടാവും, നല്ല വിവരമുള്ളവർ പ്രസവം എടുക്കാൻ വേണ്ടി നിൽക്കാണ്. എന്നാൽ തന്നെയും റൂമിന്റെ പുറത്ത് ഭയങ്കര ആശങ്കയാണ്, ഭയങ്കര വിഷമം. ഭർത്താവ് ദിക്റുള്ള വിഭാഗത്തിലേട്ടൊക്കെ കഴിഞ്ഞുകൊടുകയാണ്. എല്ലാവർക്കും ഒരു പേടിയും ഭയപ്പാടും ആശങ്കയാണ്. അത് കഴിഞ്ഞ് കാലം മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങി. പ്രസവത്തിൻ്റെതാകുന്ന സംഭവം അറിഞ്ഞത് മുതൽ ചെക്കപ്പാണ്. 3 മാസത്തെ ചെക്കപ്പ്, അടുത്ത മാസം വരണം. ഇതൊക്കെ തരണം ചെയ്തിട്ട് ഡോക്ടറെ എല്ലാം മറന്ന് യൂട്യൂബിനെ ഡോക്ടറാക്കിക്കൊണ്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് വീടിൻ്റെ അകത്തലങ്ങളിൽ യൂട്യൂബ് കണ്ടുകൊണ്ട് ഒരു പെണ്ണ് സ്വന്തം പ്രസവിക്കാൻ ആരുമില്ലാന്ന് ഓർക്കണം, പരസഹായം പോലുമില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഇതൊക്കെ ഒരു ചരിത്രമാണ്. പ്രസവിച്ചു എന്ന് മാത്രമല്ല, പ്രസവിച്ചിട്ടപ്പോൾ അവളുടെ മനോധൈര്യം, ആ കുട്ടിയുടെ അവളുമായിട്ടുള്ളതാകുന്ന പുക്കിൾക്കുടി ബന്ധം അവളൊരു കത്രി എടുത്തങ്ങ് മുറിച്ചു കളയാണ്. രക്തം ഇങ്ങനെ വാർക്കുകയാണ്. 2 ദിവസം ആ കുട്ടിക്ക് മുല കൂട്ടി. ആ റൂമിൽ വെച്ചിട്ടെ ആരും അറിഞ്ഞിട്ടില്ല. 3ന്റെ അന്നാണ് ലോകം അറിയുന്നത്. അത് തന്നെ വല്ല കുട്ടിയുടെ ഒച്ച കേട്ടതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവള് സംരക്ഷിച്ചാനെ, വർഷങ്ങളോളം പോറ്റിയാനെ. ഞാൻ പറയുന്നത് മാതാപിതാക്കൾ, അവരുടെ അച്ഛനും അമ്മയും ആർക്ക് കാഴ്ച കുറവാണെന്നും പറയുന്നുണ്ട്. മാതാപിതാക്കൾ നല്ലതുപോലെ അലസതയാണ് മക്കളുടെ വിഷയത്തിൽ. ഈ 9 മാസവും 10 ദിവസം ഗർഭം ചുമന്ന ഈ പെണ്ണ്, അവൾ ഇത്രയും നേരമൊക്കെ റൂം അടച്ചിട്ട് ഇരിക്കുമ്പോ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്തേ നമ്മുടെ മക്കള്? 50 വയസ്സോ പെൺകുട്ടിയുടെ കാര്യമല്ല, അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരു ഭർത്താവുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമല്ല ഈ പറയുന്നത്. കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണ് അന്യരായ ഒരു വ്യക്തിയോട്, അയൽവാസിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം വീട്ടിനുള്ളിൽ തന്നെ നടക്കുന്ന സംഭവം. വീട് ബറക്കത്തുള്ളതാക്കണം, ആത്മീയതയാക്കണം എന്നാണ് നമ്മുടെ വിഷയം. ആ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവം സ്വന്തം വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല എങ്കിൽ എത്രത്തോളം ലോകത്ത് മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പഠനവിധേയമാക്കണം. നമുക്കൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ഇരിക്കുന്ന മാതാപിതാക്കളിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ അധിക ആളുകൾക്കും സ്വന്തം മക്കളെ എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ മിക്കവർക്കും അറിയില്ല. പലരുടെ അവസ്ഥ ഏതാണ്? മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോവും. അങ്ങനത്തെ അവസ്ഥയാണ്. ഇവൻ എത്രാമത്തെ മോനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞോണമെന്നില്ല. നമ്മുടെ അലസതയാണ്, നമ്മുടെ ശ്രദ്ധക്കുറവാണ് ഈ പറഞ്ഞത്, കുറ്റപ്പെടുത്തല്ല. അവൻ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? അവൻ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? നാളെ മുതൽ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകാൻ പോവാണ് അവൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? മാതാപിതാക്കൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേര് ആ കാര്യം ഗൗനിക്കുന്നുണ്ട്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി
മൽ ഫഖറ അഖ്ശാ അലൈക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയക്കുന്നത്, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും. അല്ലയോ സഹാബത്തെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഈ മുഹമ്മദ് ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് അൻതുബ്സത ദുനിയാ, ഈ ദുനിയാവ് വിശാലമാകുന്നതിനെയാണ്, ദുനിയാവ് വാരി പുണരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതിനെയാണ്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങളിതാ മുൻഗാമികളാകുന്ന ആളുകൾ പരിശ്രമിച്ചതുപോലെ, അവര് ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചതുപോലെ നിങ്ങളും പരിശ്രമിക്കുമേ, അതിനുവേണ്ടി നിങ്ങൾ നടക്കുമേ. എപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത 1 ലക്ഷം ഉണ്ടാക്കണം, 2 ലക്ഷം അതാക്കണം, അത് 3 വികസിപ്പിക്കണം, അത് 4 ആക്കണം, അത് 5 ആക്കണം. 1 കോടി രൂപ സമ്പാദിക്കണം, 1 കോടി സമ്പാദിച്ചവന്റെ ചിന്ത അത് 2 ആക്കണം, അത് 10 കോടിയാക്കണം. 10 ട്രില്യൺ കോടിയുള്ളവന്റെയും ചിന്ത അതിനേക്കാൾ കൂട്ടണമെന്നാണ്. അൻതുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബലകും. നിങ്ങൾക്ക് മുൻഗാമികളാകുന്ന ആളുകൾക്ക് ഈ ഭൗതികമാകുന്ന ലോകം, സാമ്പത്തികമാകുന്ന വ്യവഹാരക്രയങ്ങൾ വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും സമ്പത്ത് കുമിഞ്ഞുകൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. മക്കള് വീടിന്റെ അകത്തളത്തിലുണ്ട്, വീട് നിങ്ങൾക്കുള്ള ബറക്കത്തിന്റെ ഗേഹമാണ്. പക്ഷേ മക്കൾക്ക് ആത്മീയമാകുന്ന പരിവേഷം കൊടുക്കുന്നില്ല, അവരെ മദ്രസയിലേക്ക് പറഞ്ഞുവിടാൻ തയ്യാറാകുന്നില്ല. 2 വർഷം കോവിഡിന്റെ മഹാമാരി പിടിപെട്ടിരുന്ന സന്ദർഭമായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. എത്ര പേരാണ് നമ്മുടെ മക്കൾ മദ്രസയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് എന്റെ മകൻ എന്റെ മകള് മദ്രസ ക്ലാസ്സിൽ കൃത്യമായി ഭാഗവാക്കാകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചവര്, അതിന് ഹാജർ വെപ്പിച്ചവര്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കൊടുക്കുന്നതായ സമസ്തയുടെ 26ാം നമ്പർ കിട്ടിയതാകുന്ന പന്യങ്കണ്ടി ദേശത്തുള്ള പ്രിയപ്പെട്ട മദ്രസയിലെ ജീവനക്കാരെ, പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. എവിടെയാണ് നമുക്ക് ആത്മീയമായ ശോഷണം സംഭവിച്ചത്? എവിടെയാണ് നമ്മൾ പിറകോട്ട് പോയത്? നമ്മൾ ആത്മീയപരമായി നല്ലതുപോലെ പിറകോട്ട് പോയില്ലയോ? മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ടാബ് വാങ്ങിക്കൊടുത്തു, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു, ആപ്പിളിന്റെ ടാബും ലാപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. മക്കൾ അതിലൂടെ അശ്ലീല ലോകത്തേക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. ഇന്റർനെറ്റിന്റെ സൗകര്യം മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുകയാണ്. എത്രയെത്ര മക്കളാണ് പിഴച്ചു പോയത് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട്? ഭൗതിക വിദ്യ നുകരുന്നതിനോടൊപ്പം തന്നെ എത്രയെത്ര കണക്ഷനുകളാണ് മക്കൾ മോശമായി ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. വാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ എത്രയെത്ര ആപ്പുകളാണ് അവൾ ഡൗൺലോഡ് ചെയ്ത് രഹസ്യമായി അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വാപ്പയോ സഹോദരനോ കുടുംബത്തിൽ തന്നെ നല്ലതുപോലെ അറിയാവുന്നവരോ ആ മൊബൈലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരാരും കണ്ടുപിടിക്കാത്ത നിലക്കുള്ള രീതിയിൽ രഹസ്യമായ ആപ്പുകളിൽ കൊണ്ടുപോയി വെച്ച് തന്റെ കാമുകന്റെ രഹസ്യമാക്കപ്പെട്ട ഫോട്ടോകൾ സൂക്ഷിക്കുന്ന സഹോദരിമാർ വരെ ഇന്ന് സമൂഹത്തിലില്ലയോ? എന്റെ ഈ വാഴ കേൾക്കുന്ന കൂട്ടത്തിലില്ലയോ? തൗബ ചെയ്യണേ പെങ്ങളെ. നിന്റെ വാപ്പ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തുന്നത്. പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്തെ കഷ്ടപ്പെടുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്, എത്രയെത്ര സഹോദരങ്ങളുണ്ട്. ഈ വിനീതന്റെ റൂഹേ ബയാൻ എല്ലാ ദിവസവും വീക്ഷിക്കുന്ന ഒരു സഹോദരൻ ബഹ്റൈനിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, 14 മണിക്കൂറാണ് ഉസ്താദേ എന്റെ ഡ്യൂട്ടി ടൈം ഉള്ളത്. ആ ഡ്യൂട്ടി ടൈമിൽ പോലും ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് റൂഹേ ബയാൻ സദസ്സ് കേട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. ഒരു ദിവസം
ദിവസം പോലും മുടങ്ങാറില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരടക്കം ആയിരക്കണക്കിന് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര് ഇപ്പോഴും ലൈവായി വീക്ഷിക്കുന്നവരുണ്ട്. ഈ കണ്ണൂരിന്റെ പരിസരങ്ങളിലുള്ളവരുണ്ട്, ഈ നാട്ടിൽ വന്നു ചേർന്നവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നമ്മുടെ ജീവിതം എത്രയോ ധന്യമാണ്. നമ്മുടെ മക്കളുടെ ജീവിതവും ധന്യമാക്കണം. അതിനുവേണ്ടിയാണ് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് പറയുന്നത്, നമ്മൾ ഭൗതികതയുടെ അതിപ്രസരത്തിൽ പെട്ടുപോകരുത്. റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ ഭയക്കുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല. ശരിയല്ലേ? അല്ലാഹു നമുക്ക് വീട് നൽകി, അല്ലാഹു നമുക്ക് ഭാര്യയെ നൽകി, അല്ലാഹു നമുക്ക് മക്കളെ നൽകി, അല്ലാഹു നമുക്ക് വാഹനങ്ങൾ നൽകി. ഈ സൗഭാഗ്യങ്ങൾ കിട്ടാത്ത എത്രയെത്ര ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. വീടില്ലാതെ വിഷമിക്കുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വല്ലാതെ ബുദ്ധിമുട്ടുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ, അവർക്കിടയിൽ വെച്ചുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. എന്നാൽ ഈ വീടും ഈ വാഹനവും ഈ അയൽവാസവും എല്ലാം നമുക്ക് റാഹത്തായി തീരേണ്ടത് നമ്മുടെ മക്കളിലൂടെയാണ്. അവരുടെ ജീവിതം ഖൈറിലാകണം. നീ അറബിയുടെ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നതും ഈ നാട്ടിൽ അന്യരുടെ അടുക്കളയിൽ പോയി എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നതുമെല്ലാം അല്പം പൈസക്ക് വേണ്ടിയാണ്. ആ പൈസയുടെ ഉദ്ദേശം എന്താണ്? നിന്റെ മകന്റെ വിദ്യാഭ്യാസം, നിന്റെ ഭാര്യയുടെ ജീവിതം സന്തോഷകരമാകണം. അതിനുവേണ്ടി മുടി നരപ്പിക്കുന്നവരെ, പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെടുന്നവരെ, നാട്ടിൽ തന്നെ മണിക്കൂറുകളോളം പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവപ്പെട്ട മുസ്ലിമേ, പഠിച്ചു വെക്കണേ നല്ലതുപോലെ. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ആത്മീയതയാണ്. ഭൗതികതയോടൊപ്പം നിർബന്ധമായും ആത്മീയ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞുവിടണേ. അവർക്ക് അത് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. വിശുദ്ധമായ ഖുർആൻ മക്കള് വീട്ടിൽ ഓതുന്നില്ല എങ്കിൽ യാസീൻ ഓദിക്കാൻ വാപ്പ തയ്യാറാകണം. വാപ്പ ഗൾഫിൽ കിടന്ന് എത്ര കഷ്ടപ്പെട്ട് കിട്ടിയാലും നിന്റെ വീട്ടിൽ, കുടുംബത്തിൽ ദാരിദ്ര്യം മാറണോ? വീട്ടിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. നിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകണോ? നീയും നിന്റെ കുടുംബവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടണോ? വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഖുർആൻ ഓതപ്പെടാത്ത വീട്ടിൽ ഒരു ബറക്കത്തുമില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫൈനൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പരിപൂർണമായി പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കില്ല സാബ. ആ വീട്ടിലേക്ക് പിശാച് കടക്കില്ല സാബ. എന്തേ നമ്മുടെ മക്കളെ കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സൂറത്തുൽ ബഖറ ഓതിച്ചൂടെ? ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമല്ലേ നമ്മുടെ മക്കൾക്ക് നൽകുന്നത്? 4-5 തരമാകുമ്പോൾ ഖുർആൻ നല്ല വൃത്തിയായി പൂർണ്ണമായി പാരായണം ചെയ്യാൻ അറിയാവുന്ന മക്കൾ എന്തേ വീട്ടിൽ ഖുർആൻ ഓതാതെ പോകുന്നത്? യാസീൻ ഓതാറുണ്ടോ? ഹദ്ദാദ് ഓതാറുണ്ടോ? മാല മൗലിദുകൾ ഓതാറുണ്ടോ? ഈ റബീഉൽ അവ്വൽ കടന്നു വന്നിട്ട് എല്ലാ ദിവസവും കൃത്യമായി ഇതുവരെ മൗലിദ് ഓതിയ വീടുകൾ എത്രയാണ്? ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിച്ച വീട് എത്രയാണ്? കേവലം റബീഉൽ അവ്വലിന്റെ 12 ഒരു ബിരിയാണി ഉണ്ടാക്കിയ ടിങ്കുലാബ് വിളിക്കലല്ലടോ മുസ്ലിം. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളെ ഹയാത്താക്കിക്കൊണ്ട്, പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ഒരു 10 കൂടുതലാക്കി കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടില്ല എങ്കിൽ ഈ റബീഉൽ അവ്വൽ കൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് മുതിർന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കണേ ആത്മീയ വിദ്യാഭ്യാസം. നാളെ മുതൽ കലാലയങ്ങൾ തുറക്കുകയാണ്, കോളേജുകൾ നേരത്തെ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പോകുമ്പോൾ അവൾ എവിടെയാണ് പോകുന്നത്? എത്ര മണിക്കാണ് പോയിട്ടുള്ളത്? എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത്? താമസിച്ചത് എന്തുകൊണ്ടാണ്? എവിടെയാണ് ട്യൂഷന് പോകുന്നത്? എവിടെയാണ് മദ്രസയിൽ പോകുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ടീച്ചറാണ് അവരുടെ പ്രധാന
പ്രധാന അധ്യാപക, ഏതാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്, ഇതൊക്കെ വ്യക്തമായി പഠിച്ചിരിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അറിയാതെ പോകരുതേ, കാരണം കാലം വളരെ മുസീബത്താണ്. ഒരു സെക്കൻഡ് പോലും തിരിഞ്ഞാൽ, ഒരു സെക്കൻഡ് കണ്ണ് നശിപ്പിച്ചാൽ, കണ്ണൊന്ന് തെറ്റിയാൽ കൊത്തിയെടുത്ത മലയ്ക്കപ്പുറത്ത് കൊണ്ടുപോയി നശിപ്പിക്കാൻ നിലകൊള്ളുന്ന കശ്മലന്മാരുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് നീ ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു പഠിക്കണേ. ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസൈദ് ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരിക്കൽ മറ്റൊരു സ്വഹാബിയെ ഖബറടക്കുന്നത് കണ്ടപ്പോൾ ബോധരഹിതനായി വീഴുകയാണ്. ഫസൈഖ ഉസൈദ്, ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ബോധരഹിതനായി വീഴുകയാണ്. ആ ഏതൊരു സ്വഹാബിയാണോ ഖബറടക്കാൻ കൊണ്ടുവന്നത്, ശവമഞ്ചം കൊണ്ടുവന്നത്, ആ മയ്യത്ത കട്ടിലിലേക്ക് ജനങ്ങൾ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറിനെ കയറ്റി കടത്തുകയാണ്. എന്നിട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ആളുകൾ വല്ലാതെ ഭയന്നു പോയി, വീട്ടുകാര് പേടിച്ചു പോയി. ഉസൈദ് മരണപ്പെട്ടോ? ഇല്ല, മരണപ്പെട്ടതല്ല. ഖബർ കണ്ടിട്ട് മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്തയുണ്ടായിട്ട് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ബോധരഹിതനായി വീഴുകയാണ്. അദ്ദേഹം അതാ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന സ്വഹാബിയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, പിശാച് പുറത്തേക്ക് പോവുകയാണ്. പിശാച് പുറത്തു പോയാൽ പിന്നെ കടന്നു വരുന്നത് ആരാണ്? അത് മലക്കുകളാണ്, മലക്കുകളാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു രാത്രി സമയമാണ്, ലോകം മുഴുവനും ഉറക്കമാണ്, ഉറക്കമാണ്. ഉറങ്ങാതെ ഉറക്കമരിച്ചുകൊണ്ട് നിലകൊണ്ടുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ പാരായണം ചെയ്യുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. سبحان الله. സൂറത്തുൽ ബഖറ അങ്ങനെ പാരായണം ചെയ്ത് നിലകൊള്ളുമ്പോ തൊട്ടപ്പുറത്ത് കുതിരയെ കെട്ടിയിട്ടിരിക്കുകയാണ്. കുതിര അതിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെതാകുന്ന തൊട്ടിലിൽ കടന്നുകൊണ്ട് അവിടെ നിന്ന് രണ്ട് കാലുകളും ഉയർത്തിക്കൊണ്ട് ചാടുകയാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ഓതൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നേരെ ചെന്നുകൊണ്ട് കുതിരയെ സാന്ത്വനിപ്പിച്ചു. വീണ്ടും വന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തജ്വീദ് വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യവേ അതാ രണ്ട് കാലുകളും ഉയർത്തി, കുളമ്പുകൾ ഉയർത്തിക്കൊണ്ട് കുതിര അതാ വല്ലാതെ ശബ്ദിക്കുകയാണ്. ഓടിച്ചെന്നു ഉസൈദ് ഓതൽ നിർത്തി, അതിനെ ആശ്വസിപ്പിച്ചു. വീണ്ടും വന്നു ഖുർആൻ പാരായണം ചെയ്യുകയാണ്. കുതിര പഴയതുപോലെയായി 3 പ്രാവശ്യം തുടർച്ചയായി. 4ാമത്തെ പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ ഓതിയങ്ങ് തുടങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അതിശക്തമായി ഓരിയിടുകയാണ്, ശബ്ദമിടുകയാണ്. കാലുകൾ രണ്ടും ഉയർത്തിക്കൊണ്ടാണ്, അതിന്റെ കുളമ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ചാടുന്നത്. തൊട്ടടുത്ത് തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോൻ ചാര വന്ന് നിൽപ്പുണ്ട്. എന്താണ് ഈ കുതിരയ്ക്ക് സംഭവിച്ചത്? എന്താണ് ഈ കുതിരയ്ക്ക് സംഭവിച്ചത്? നോക്കാനും കാണാനും അറിയാനും മകനാകുന്ന ചെറിയ മകൻ യഹ്യ എന്ന പൊന്നുമോൻ അടുത്ത് വന്നപ്പോൾ ആ കുതിരയെങ്ങാനും കുളമ്പുകൊണ്ട് മകനെ എങ്ങാനും ഇടിക്കുമോ, തന്റെ മകനെ അപകടം പിണയുമോ എന്ന് മനസ്സിലാക്കി ഓടിച്ചെന്ന ഉസൈദ് റളിയല്ലാഹു അൻഹു ഖുർആൻ മടക്കി വെച്ച് തന്റെ മകനെ വാരി പുണർന്ന് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. പ്രഭാതമായപ്പോൾ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് കാര്യം പറയുകയാണ്. റസൂലേ, ഇന്നലത്തെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് വല്ലാതെ കാലുകൾ ഉയർത്തിക്കൊണ്ട് ശബ്ദിക്കുന്നതായിട്ട് കണ്ടു. അവസാനം എന്റെ മകൻ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഓത്ത് നിർത്തിയിട്ട് ഞാൻ ഓടിച്ചെന്നുകൊണ്ട് മകനെ വാരിപ്പുണർന്ന് എടുത്തുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, തിൽക സകീന തനസ്സലത് ഇലാ ബൈതിക ഉസൈദേ ഉസൈദേ യബ്ന ഹുദൈർ, നീ ഓതാൻ പാടില്ലായിരുന്നോ? നീ ഓതിക്കൂടായിരുന്നോ? നീ അങ്ങനെ ഓതി 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 നിലകൊണ്ടിരുന്നെങ്കിൽ അത് മലക്കാണ്, അത് കാരുണ്യത്തിന്റെ മലക്കാണ്, അത് റഹ്മത്തിന്റെ മലക്കാണ്, അത് ബറക്കത്തിന്റെ മലക്കാണ്, അത് സക്കീനത്തിന്റെ മലക്കാണ്. ആ മലക്കുകൾ നിന്റെ വീട്ടിനുള്ളിലേക്ക് ഇറങ്ങി വരുന്നത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ശരിയാണ്. കാരണം ആകാശസീമകളിൽ ഒരു വെള്ള നിറത്തിലുള്ള എന്തോ ഒന്ന് കാണപ്പെടുകയുണ്ടായി. അതുവല്ലാതെ എന്റെ വീടിന്റെ നേർക്ക് വരുന്നതുമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, അത് മലക്കാണ്, മലക്കാണ്. നിന്റെ വീട്ടിനുള്ളിലേക്ക് കാരുണ്യമായിട്ട് ഇറങ്ങുന്ന മലക്കായിരുന്നു. നീ സുബഹി വരെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. രാവിലെ ജനങ്ങൾക്ക് മുഴുവനും അവരെ കാണാമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പന്നങ്കണ്ടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ ഓതുന്നതിലൂടെ ഇബാദത്ത് എടുക്കുന്നതിലൂടെ വീടുകൾ ബറക്കത്തുണ്ടാക്കിയെടുക്കണേ. വീട്ടുകളിൽ ബറക്കത്തുണ്ടാക്കേണ്ടത് നമസ്കാരത്തിലൂടെയും വീട്ടുകളിൽ ബറക്കത്തുണ്ടാക്കേണ്ടത് ഖുർആൻ പാരായണത്തിലൂടെയുമാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാൻ ഉതങ്ങുന്നതാ. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് വീട്ടിൽ ഓതണം. മങ്കൂസ് മൗലിദ് നമുക്ക് വേണ്ടി നൽകിയതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മങ്കൂസ് ചുരുക്കപ്പെട്ട മൗലിദ് എന്തിൽ നിന്ന് ചുരുക്കി? സുബ്ഹാന മൗലിദ് എന്ന ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന 5-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാനുഭാവൻ രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്ത രൂപമാണ് മൻകൂസ്, ചുരുക്കപ്പെട്ട മൗലിദ്. ആര് ചുരുക്കി? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആർക്ക് വേണ്ടി? പൊന്നാനിക്കാർക്ക് വേണ്ടി. ഓതണം വീട്ടില്, ഓതിയവർക്ക് റാഹത്താണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. വീട് തീപിടുത്തം ഉണ്ടാവൂല, വബ ഉണ്ടാവൂല, ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല, കൊറോണ വൈറസ് ഒന്നും പിടിക്കൂല. മൗലിദ് ഡെയിലി ഓതണം, ഓതണം എന്നാലേ ഉള്ളൂ. അത് പരിപൂർണമായി ഓതിൻ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് 12 ദിവസം ഓതും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം ഓതും, പിന്നെ പള്ളിയിൽ ഓതും. അതിന്റെ ജീരണിയും കിട്ടി, റാഹത്ത്. റബീഉൽ അവ്വൽ കഴിഞ്ഞു, അടുത്ത വർഷം അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ആകാൻ പാടില്ല. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, നമസ്കരിക്കണം. അക്രിമു ബുയൂതകും ബിബഅദി സ്വലാത്തികും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കണം പുരുഷന്മാര്. ഇത് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഉണ്ടാക്കവർക്കും ഹാജിയാർ ഇപ്പൊ വീട്ടിൽ പോയിട്ട് അവര് വക്കത്തിൽ തന്നെ ആ സുന്നത്ത് നിസ്കരിക്കാൻ പോവാന്ന്. പള്ളി നിസ്കാരം കഴിയുമ്പോൾ ചാടി എഴുന്നേറ്റ് ഫ്രണ്ട് സഫീന്ന് ഇറങ്ങി ഓടുന്നതാണ്. ഇത് കണ്ടാൽ നമ്മളെന്താ ഓർക്കുക? വീട്ടിൽ പോയി നിസ്കരിക്കാൻ പോവാന്ന്.
വീട്ടിൽ പോയി വാദിക്കരുത്, ആജിയാര് കഞ്ചാവ് അടിച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒറ്റ സുന്നത്തില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പള്ളി നേരത്തെ വന്നിട്ടുണ്ട്, 2 റക്അത്ത് തഹിയ്യത്തുന്ന സുന്നത്ത് നിസ്കരിക്കോ? കയറി ഇല്ല. ബാങ്ക് വിളിച്ചപ്പോൾ ആജിയാർ എത്തിയിട്ടുണ്ട്, പള്ളിക്കകത്തോട്ട് കയറിയിട്ട് ആ റവാത്തിബ് സുന്നത്ത് ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിക്കോ? ഇല്ല. ഇഖാമത്ത് കൊടുത്ത് അപ്പോൾ ബാത്റൂമിലോട്ട് കയറും. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങി വരികയാണ്. കാരണം ഇവ ഒരു മസലയാണ് ആകെ പഠിച്ചു വെച്ചിട്ടുള്ളത്. അത്തഹിയ്യാത്തിൽ വന്ന് കൂടിയ ജമാഅത്ത് കിട്ടുമെന്ന് അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് അമൽ ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്ന് കൈ ഉയർത്തിക്കും. അതെല്ലാവരും എടുക്കുന്ന ഒരു അമലാണ്. അത് ഭയങ്കര ഒരു മസലയുമാണ്, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. അത്തഹിയ്യാത്തിൽ വന്ന് കൂടിയാൽ ജമാഅത്ത് കിട്ടും. അതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യും. ഇമാമ റുക്കോയിലെത്തി സമിഅല്ലാഹു ലിമൻ ഹമിദയ്ക്ക് മുമ്പ് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും കൈകെട്ടിയിട്ട് റുക്കോയിൽ വന്നു സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് ഒരു വട്ടമെങ്കിലും ചെല്ലിയാൽ ആ റക്അത്ത് കിട്ടിയെന്നും പഠിച്ചിട്ടുണ്ട്. ഈ 2 മസലയാണ് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നത്. ഓടി വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കാരണം അതിന് മുമ്പ് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നാ നിസ്കാരം കറക്റ്റ് അല്ല, ഇബാദത്തുകൾ കറക്റ്റ് അല്ല, ദിക്റുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ രാവുകൾ ആത്മീയപരമായി മാറ്റണം. ആത്മീയമായ മജ്ലിസുകളിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കണം. ഒരു ദിവസം പോലും മുടങ്ങാതെ മജ്ലിസുകൾ പങ്കെടുക്കണം. എത്ര ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് റൂഹെ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ. എല്ലാ ദിവസവും യാസീൻ, ഹദ്ദാദ്, പവിത്രമായ ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ, അസ്മാഉൽ ഹുസ്ന അടക്കമുള്ള മഹനീയമായ ദിക്റിന്റെ ഖുർബ സുബഹിക്ക് ശേഷവും മഗ്രിബ് കഴിഞ്ഞിട്ടും നടക്കുന്ന മജ്ലിസ്. അല്ലാഹു ആ മജ്ലിസുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ അൽഹംദുലില്ലാ അത്തരത്തിലുള്ള മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, പ്രായം ചെന്നതാകുന്ന ഉമ്മമാർ. ഇനി കഴിഞ്ഞ വലിയ പെരുന്നാൾ മുതൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ തുടക്കം വരെയുള്ളതാകുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും അരമണിക്കൂർ പ്രഭാഷണം നടത്തും. അതിന് വിഷയങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പ്രഭാഷണം നടത്തി വിഷയങ്ങൾ വെച്ച് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടിയത് 2 പേരാണ് പരിപൂർണമായി ഉത്തരം എഴുതിയത്. ഒന്ന് ഒരു 18 വയസ്സുള്ളതാകുന്ന ഒരു മകള്, ആ മകളുടെ വിവാഹമാണ് ഈ വരുന്ന വ്യാഴാഴ്ച, ഖദീജ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തത് 60 വയസ്സിന് മുകളിലുള്ളതാകുന്ന ഒരു ഉമ്മയും, നജീമ ഇഖ്ബാൽ. ഞാൻ അവരെ അഭിനന്ദിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചപ്പോഴാണ് പറയുന്നത്, ഉസ്താദേ നമ്മളൊരു ഉമ്മയാണ്, എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. 4-5 മാസം എടുത്ത ക്ലാസ്സിന്റെ എല്ലാ ദിവസവും പറഞ്ഞ വിഷയങ്ങൾ എഴുതി വെച്ചിട്ട് അവസാനം അതിന് പരീക്ഷ കിട്ടപ്പോൾ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് റാങ്ക് വാങ്ങാൻ ഒരൊറ്റ ആൻസർ പോലും അവർക്ക് തെറ്റില്ല. നമ്മൾ അതിശയിച്ചു പോയി. അപ്പൊ അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നർത്ഥം. അതിനാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കുന്ന ഉമ്മമാര്. കാരണം അറിവ് കിട്ടുന്ന സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, വാതുകൾ ഇല്ലാതെ പോകുമ്പോ, ആണുങ്ങൾ പുരുഷന്മാര് പള്ളിയിൽ വരുന്നതോടെ വാതുകൾ കിട്ടുന്നു, അത്യാവശ്യം അറിവുകൾ സമ്പാദിക്കുന്നു, അതനുസരിച്ച് അമൽ ചെയ്യാനും സാധിക്കുന്നു. സ്ത്രീകൾക്ക് അത് അടഞ്ഞു പോകാൻ അവർക്കുള്ള ആത്മീയതയുടെ വാതാനങ്ങൾ തുറക്കലാണ് ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസിലൂടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ ദിവസവും ആ മജ്ലിസിൽ മുടങ്ങാതെ കൃത്യമായി ഓതി വരുന്നതാണ് അമലുകൾ. അതിൽ ലാ ഹൗല നിർബന്ധമാണ്. ലാ ഹൗല എല്ലാ ദിവസവും ചൊല്ലും. നമ്മുടെ വീട്ടിൽ ദിക്ർ വേണം സഹോദരങ്ങളെ. നമ്മളൊക്കെ വീട്ടിലൊന്ന് ഖുർആൻ പാരായണം ചെയ്യണം. നമ്മളാരും വീട്ടിലിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർ വളരെ കുറവാണ്. നമുക്കൊക്കെ സ്വന്തമായിട്ട് മുസഹഫ് വേണം, അവനവന് സ്വന്തം. അല്ല മക്കൾക്ക് മാത്രം എൻ്റെ മുസഹഫ് എന്തേടാ എന്ന് ചോദിക്കലല്ല. പാപ്പാടെ മുസഹഫ് എന്തി അപ്പൊ പണ്ട് മദ്രസയിൽ പഠിച്ചപ്പോൾ ഉള്ളതാ, പിന്നെ അല്ലാത്ത മുസഹഫ് കണ്ടിട്ടില്ല. സ്വന്തമായിട്ടൊരു മുസഹഫ് ഉള്ളവർ എത്ര പേരുണ്ട്? പഴയ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറയും എനിക്ക് മുസഹഫ്, എൻ്റെ മുസഹഫാണ് ഉസ്താദ് എന്ന് പറയും. ഒരുപക്ഷെ താളുകൾ നമ്മൾ നോക്കുമ്പോൾ കറുത്തിട്ടുണ്ടാകും. കാരണം എപ്പോഴും മറിച്ച് ഓതി അതിൻ്റെതാകുന്ന ഭാഗങ്ങൾ വിട്ടിട്ടുണ്ടാകും. ഒരു തുന്നി ചേർത്ത് വെച്ചിരിക്കാൻ. എന്തിന്? നാളെ ശഫാഅത്താണ് ഈ ഖുർആൻ. നാളെ ഈ ഖുർആൻ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ ഖുർആനിന്റെ പ്രതിയായിരിക്കും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, നിന്റെ ഖബറിൽ നിനക്ക് കൂട്ടാളിയാവുക. ഇത് കേവലം വഅദ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ കൃത്യമായി ഇൻഷാ അല്ലാഹ് ഒരു ജുസ് ഓതാൻ സാധിക്കണമെങ്കിൽ അതങ്ങനെ ഓതുക. നമ്മളൊക്കെ ഖുർആൻ ഓതാൻ അറിയാവുന്നവരാണ്. എത്രയോ ആളുകൾ നമുക്കൊക്കെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കിട്ടുന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെ നാടുകളിലൊന്നും ഹയർ സെക്കൻഡറി വരെയൊന്നും മദ്രസയിലില്ല. മാക്സിമം 7ാം ക്ലാസ് 8ാം ക്ലാസ് വളരെ തുച്ഛമാണ്. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ തന്നെ മദ്രസയിൽ തന്നെ +2 വരെ പഠിക്കുന്നവർ വളരെ വിരളമാണ്, വളരെ കുറവാണ്. ഇനി അഥവാ പഠിക്കുന്ന കുട്ടികളെത്തിയ 1, 2 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, മുഴുവനും പഠിച്ച് പാസ്സാകുന്നവർ. അതേസമയത്ത് നമ്മുടെ ഈ നാട്ടിലുള്ള സഹോദരിമാർക്ക് കിട്ടിയ നേട്ടം എത്രയാണ്?
പക്ഷെ പഠിപ്പ് കൂടുന്നതിനനുസരിച്ചുള്ള ഓത്ത് ഇവിടെ കാണുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞത്. പഠിപ്പ് കൂടി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വാട്സാപ്പിൽ ഇരിക്കുക, ചാറ്റിങ്, ഇതാ പരിപാടി. അതിനനുസരിച്ചുള്ള ഓതലും ഇല്ല, വീട്ടിലൊന്നും കാണുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്റില്ല, ഇബാദത്തില്ല, ഒരു ആത്മീയമാകുന്ന ഒരു പരിവേഷവും വീട്ടിലില്ല. 10 പേർക്ക് വിളിച്ചിട്ട് ഒരു ക്ലാസ് കൊടുക്കാനോ അവർക്കൊരു ഉപദേശം കൊടുക്കാനോ നമുക്കോ നമ്മുടെ സഹോദരിമാർക്കോ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെന്ത് പരിവർത്തനമാണ്, പിന്നെന്തൊരു ആത്മീയതയാണ് നമ്മൾ നേടിയത്? അതുകൊണ്ട് മാറ്റണം നമ്മുടെ ചട്ടങ്ങളെ, നമ്മുടെ ജീവിത ശൈലികളെ നമ്മൾ മാറ്റണം. എല്ലാ ദിവസവും ഖുർആൻ അല്പാൽപമായിട്ട് ഓതി തുടങ്ങണം, ഡെയിലി പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഖത്മുകൾ ഓതി തീർത്താൽ എത്രയെത്ര മഹാന്മാരുടെ ആണ്ടുകൾ വരാൻ. ഒന്ന് നബിക്ക് വേണ്ടി കൊടുക്കാം, ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആണ്ട് വരികയാണ് വരക്കല്. അടുത്ത 10-ാം തീയതി അവിടുത്തെ മക്കാമിൽ പ്രഭാഷണം ഉണ്ട്. എനിക്ക് 10-ാം തീയതിയാണ് എൻ്റെ പ്രഭാഷണം. 11-നാണ് സമാപനം. അവിടെ അവർക്ക് വേണ്ടി കൊടുക്കാം. എത്രയെത്ര മഹാന്മാരുടെ ആണ്ട് വരുന്നു. ഈ മഹാന്മാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓതി വെച്ചിട്ടുണ്ടെങ്കിലല്ലേ കൊടുക്കാനുള്ളൂ. ഇത് 3 കുൽഹുവ ഓതി ഊതുകയാണ്. ഒരു ഹത്തമിന്റെ കൂലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നബി. അതാണ് നമ്മൾ എല്ലാം കയറി ഷോർട്ടാ പിടിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 3 കുൽഹുവ ഓതി ഹത്തം തീർക്കുക. സ്വന്തം വാപ്പ, ഉമ്മ, സഹോദര സഹോദരിമാർ, അയൽവാസികൾ, കുടുംബാദികൾ, ബന്ധുക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, ഇവരൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓർത്തുകൊണ്ട് നമുക്കെന്തേ ഒരു ഹത്തം ഓതിക്കൂടെ? ഒരു മാസത്തിൽ ഒരു ഖത്മ് തീർക്കാം. അതിനല്ലേ അള്ളാഹു മാസത്തെ 30 ക്രമീകരിച്ചിരിക്കുന്നത്, ഓരോ ജുസുക്കളായി ഖുർആനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ നമുക്ക് ഓതാനുള്ള കാഴ്ചയുണ്ട്, ഓതാനുള്ള ശേഷിയുണ്ട്, നാവിനൊരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് ഓതാൻ അറിയാം, ഓതുന്നില്ല. റബ്ബ് നമ്മളെ പരീക്ഷിക്കാതിരിക്കോ? മഴ കൊണ്ട് പരീക്ഷിക്കും, പേമാരി കൊണ്ട് പരീക്ഷിക്കും, ഉരുൾപൊട്ടൽ കൊണ്ട് പരീക്ഷിക്കും. നിങ്ങൾ കേട്ടില്ലേ, കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ എന്ന് പറയുന്ന ദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് മരണപ്പെട്ടു പോയില്ലേ എത്രയെത്ര ആളുകൾ? കാഞ്ഞിരപ്പള്ളിയിലുള്ളതാകുന്ന ഒരു സഹോദരൻ സിയാദ് എന്ന പേരുള്ള ഒരു പാവപ്പെട്ട ഓട്ടോ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാണ്. കൂട്ടിക്കൽ ദേശത്ത് പോയി ഭാര്യയുടെ വീട്ടിൽ പോയി. തന്റെ ചെറിയ മക്കളും ഉണ്ടായിരുന്നു. ആ മക്കള് മൊബൈലിൽ പിടിച്ചതാകുന്ന വെള്ളത്തിന്റെ ഒഴുക്കിന്റെ രംഗം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. പകൽ സമയം നട്ടുച്ച 11:30 മണിയായപ്പോ സുബ്ഹാനല്ലാഹ് ചെറിയ 2 മക്കൾ അവിടെ കിടന്ന് ഉറങ്ങാൻ. ഇവരുടെ ആ വീട്ടിലേക്ക് മതിലൊന്നായിട്ട് ഇടിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിനപ്പുറം ഭീതിയാണല്ലോ. ചെളിയും മണ്ണും പാറയും കല്ലുമൊക്കെ ശരീരത്തിൽ വീണിട്ട് വായും കണ്ണും ആസകലം മണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരു മരണം, ശ്വാസം മുട്ടിയിട്ടുള്ള മരണം. അള്ളാഹുവർക്ക് ശ്രോതാക്കളുടെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ മക്കൾ, എന്തുകൊണ്ട് റബ്ബിങ്ങനെ പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നു? ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പരിസരങ്ങളിലും കഴിഞ്ഞ വർഷവും 2018 കവളപ്പാറയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നമ്മളൊന്നും പഠിക്കുന്നില്ല, നമുക്കിതൊന്നും ഉണ്ടാവൂല എന്നുള്ള അഹന്തയിൽ ദുനിയാവ് വെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി ആഖിറത്തിൽ നമ്മൾ വലിയ കൈകടിക്കേണ്ടി വരും. ദുനിയാവിലും ഒരുപാട് പരീക്ഷണങ്ങൾ വരും. നമ്മൾ അറിയാതെ നമ്മുടെ സമ്പത്തിന്റെ സ്രോതസ് 2 കൊല്ലത്തിന് മുമ്പുള്ളതുപോലെ അല്ല, ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളിലുള്ള ആത്മീയത കുറയുന്നു. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വേണം. പുരുഷന്മാർ, സ്ത്രീകൾ ഫർളടക്കം അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. ആത്മീയമായ മജ്‌ലിസുകൾ പങ്കെടുത്ത് രാപകൽ റബ്ബിനോട് ശരിക്ക് ദുആ ചെയ്യണം. നല്ല ഒരു നാളേക്ക് വേണ്ടി, നല്ല ഒരു പ്രഭാതത്തിന് വേണ്ടി, നല്ലൊരു പുലരിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്